പ്രിയപ്പെട്ടവരെ, വീണ്ടും വാർത്തകളിലേക്ക്. നമ്മളിനി വടക്കൻ ജില്ലകളിലേക്കാണ് പോകുന്നത്. ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് അവിടെ. കണ്ണൂർ ജില്ലയിൽ രാത്രിയിൽ ഇടവിട്ട ശക്തമായ മഴയാണ് പെയ്തത്. വെള്ളത്തിൽ മുങ്ങിയ മിക്ക പ്രദേശങ്ങളിലും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ചെറുപുഴ, ചപ്പാരപ്പടവ്, ശ്രീകണ്ഠപുരം, മണിക്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മാത്രം കോടികളുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. അപകട ഭീഷണി നിലനിൽക്കുന്നതിനാൽ വയനാട്ടിലേക്കുള്ള പാൽച്ചുരം റോഡിൽ ഗതാഗത നിരോധനം തുടരുകയാണ്. കക്കയം ഡാം കൂടി തുറക്കുന്നതോടെ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് കോഴിക്കോട്ടെ പുഴയോര പ്രദേശങ്ങൾ. കുറ്റ്യാടിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ പൂനൂരിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. സിനോജ് തോമസ് വിവരങ്ങൾ നൽകും. സിനോജ്, ആകാശ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോടികളുടെ നഷ്ടമാണ് വ്യാപാരികളൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുള്ളത്. നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ്. വെള്ളം ഇറങ്ങി പോകുന്നില്ല എന്നുള്ളതാണ്. യെല്ലോ അലേർട്ടാണ് വടക്കൻ ജില്ലകളിൽ കൂടുതലും ഉള്ളത്. എങ്കിലും ഇപ്പോഴും മഴ തുടരുന്നുണ്ടോ സിനോജ്? എന്താണ് ഒരു കാലാവസ്ഥ? ഷിഗാസ്, മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ വെള്ളക്കെട്ടിന് ശമനമില്ല. ഉദാഹരണത്തിന് ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് മൂഴിക്കലാണ്. എൻ്റെ പുറകിൽ നോക്കിയാൽ കാണാം, ഇത് മൂഴിക്കൽ ഹൈവേയിൽ നിന്ന് കാളാണ്ടിത്താഴം വഴി പോകുന്ന പള്ളിത്താഴം റോഡാണിത്. ഈ റോഡ് നിറയെ ഇന്നലെ ഇങ്ങനെ തന്നെയായിരുന്നു. നേരം വെളുത്തപ്പോൾ കുറച്ച് വെള്ളം ഉയർന്നിട്ടുണ്ട്, പൂർണ്ണമായും വെള്ളം താഴ്ന്നിട്ടില്ല. നിരവധി കടകളിൽ വെള്ളം കയറിയ നിലയിലാണ്. അതായത് പൂനൂർ പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങളാണിത്. ഇവിടെ ചെലവൂര്, ഒപ്പം തന്നെ കണ്ണാടിക്കൽ പോലുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ ഇതേ രീതിയിൽ വെള്ളക്കെട്ടിനടിയിലാണ് കോഴിക്കോട് ജില്ലയുടെ പല ഭാഗത്തുള്ളത്. ഒപ്പം തന്നെ ചെറുപുഴ, മാമ്പുഴയുടെ ഒക്കെ തന്നെ തീരത്തൊക്കെ തന്നെ ഇതേ സമാനമായ കാഴ്ചകളാണുള്ളത്. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ഈ വെള്ളക്കെട്ട് ഒഴിഞ്ഞ് പോകുന്നില്ല. അത് ഒരു പ്രതിസന്ധിയായിട്ട് തന്നെ നിൽക്കുന്നു. വെള്ളം ഒഴുകി കടലിലേക്ക് പോകാത്തതാണ് ഇങ്ങനെ നിൽക്കാൻ കാരണം. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും സമാനമായ കാഴ്ചകളാണ് ഉള്ളത്. ഈ കടയിലുള്ള ആളുകളൊക്കെ തന്നെ ഇന്നലെ നിങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിരുന്നോ? ഇന്നലെ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് മുകളിലേക്ക് വെച്ചതാണ്. അതിൻ്റെ ഇപ്പുറത്തൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. എല്ലാ കടകളിൽ നിന്നും സാധനം നല്ല മുകളിൽ എടുത്ത് വെച്ചാണ്. പിന്നെ വെള്ളം കയറി തുടങ്ങുമ്പോഴേ മാറ്റി? വെള്ളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് മാറ്റി. വെള്ളം കുറഞ്ഞിട്ടില്ല? ഇല്ല, തീരെ കുറഞ്ഞില്ല. ആ ലെവലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്നലത്തെ അതേ ലെവലിൽ ഇങ്ങനെ നിൽക്കുക. കുറച്ച് കൂടിയെന്നല്ലാണ്ട് കുറഞ്ഞില്ല. മഴ കുറഞ്ഞിട്ടുണ്ടോ? മഴ ഇന്നലെ കുറച്ച് മഴ അല്ലല്ലോ. ഇന്നിപ്പോൾ വൈകുന്നേരം ചെറുങ്ങനെ മഴ പെയ്തിനു. പക്ഷെ ഇന്നലെ ആ ലെവലിലാണ്. വെള്ളം തീരെ താഴോട്ട് പോയില്ല. ഈ റോഡ് പൂർണ്ണമായിട്ടും ക്ലോസ് ആയേക്കല്ലോ? പൂർണ്ണമായിട്ടും ക്ലോസ് ആയി എടുക്കാം. ഒരുപാട് ആൾ യാത്ര ചെയ്യുന്ന ഒരു റോഡാണ്. ബസ് റൂട്ടാണ്. വീടുകളൊക്കെ മെഡിക്കൽ കോളേജ് ഭാഗത്ത് പോണ മെഡിക്കൽ കോളേജിലോട്ട് ആംബുലൻസ് ഉൾപ്പെടെ പോകുന്ന റോഡ് കൂടിയാണ്. ആ റോഡാണ് ഇത്തരത്തിൽ പൂർണ്ണമായും വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ച നിലയിലുള്ളത്. ഷിഗാസ്, തൊട്ടടുത്ത ജില്ലകളിലൊക്കെ തന്നെ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. വയനാട്ടിലാണെങ്കിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് കയറുന്ന പാൽച്ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും കളക്ടർ നിരോധിച്ചിട്ടുണ്ട്. അവിടെ മണ്ണിടിച്ചിലും മരങ്ങൾ വീഴുന്നതും പാറ വീഴാനുള്ള സാധ്യതയൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ആ പാൽച്ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നത്. പേരിയ ചുരം വഴിയാണെങ്കിൽ ഇന്നലെ മണ്ണിടിഞ്ഞിരുന്നു. മണ്ണൊക്കെ തന്നെ എടുത്ത് മാറ്റിയ ശേഷം ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൻ്റെ മലയോര മേഖലകളായ ചെറുപുഴ, പുളിങ്ങോം, ശ്രീകണ്ഠാപുരം, പയ്യാവൂർ മേഖലയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. പൂർണ്ണമായി വെള്ളക്കെട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞിട്ടില്ല. ചെറുപുഴയിലാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന കോഴിക്കോട്ടെ പോലെ തന്നെ അവിടെ നിരവധി കടകളിൽ വെള്ളം കയറി കോടികൾ നഷ്ടമാണ് കണ്ണൂരിൻ്റെ മലയോര ഗ്രാമമായ ചെറുപുഴയിൽ ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് തേജസ്വിനി പുഴയും കരകവിഞ്ഞൊഴുകി നിരവധി വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മലപ്പുറത്തും പാലക്കാടൊക്കെ തന്നെ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഇന്നലെ രാവിലെ മുതൽ കാണുന്ന കാഴ്ചയാണ്. അതേ രീതിയിൽ തന്നെ തുടരുന്നു. ഇന്ന് രാവിലെ അല്പം കൂടി വെള്ളത്തിന്റെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഏതായാലും വെള്ളക്കെട്ട് വലിയ ദുരിതമായി തന്നെ വടക്കൻ കേരളത്തിൽ തുടരുകയാണ്. അതാണ് കാഴ്ചകളിലൂടെ എല്ലാം വ്യക്തമാവുന്നുണ്ട് സിനോജ്. അപ്പോൾ മഴ മാറിയിട്ടുണ്ട് വടക്കൻ ജില്ലകളിൽ, പക്ഷേ വെള്ളക്കെട്ട് വലിയ ദുരിതമായി തുടരുകയാണ്. കനത്ത മഴയെ തുടർന്ന് ഇന്ന് 12 ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, വയനാട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, പാലക്കാട്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒപ്പം അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമായിരിക്കും. പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്.